എടാ, പുണ്യപുരാണ കാലങ്ങളിൽ മുതല് പെണ്ണുങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവത്തിന്റെ പേര് പറ. കുശുമ്പ്. മൂപ്പിലമ്മയ്ക്ക് നേരിയ തോതിലൊരു കുശുമ്പിളകിയോ എന്നൊരു സംശയം. ഡ്രാമ കളിക്കാനല്ലാതെ ഓക്കെ എന്താ അറിയാ? ഇപ്പൊ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, പച്ചക്ക് എന്നെ പറയാം, അസൂയ. ഡ്രാമ കളിക്കാനല്ലാതെ ഓക്കെ എന്താ അറിയാ? നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. ഇപ്പൊ ഓളപ്പക്ക് വയ്യാ പറഞ്ഞ കാര്യം, ഓളപ്പക്ക് വയ്യാ പറഞ്ഞ ആ ദിവസം ഓള് കരഞ്ഞ്, അടുത്ത ദിവസം മേക്കപ്പ് ഇട്ട് ഇവിടെ തുള്ളി കളിക്കരുത്. കാര്യത്തിൽ നല്ല തറവാടിയാ അല്ലേ നാണുക്കുട്ടാ? തറവാടിയാ. തറവാടി എന്ന് വെച്ചാൽ ശരിക്കും ഒരു അലവലാതി തറവാടി. മേക്കപ്പ് ഇട്ട് ഇവിടെ തുള്ളി കളിക്കരുത്, അടുത്ത ദിവസം ഫേഷ്യൽ ഇട്ട് തുള്ളി കളിക്കരുത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഓള് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളാണ്. ആ ടാസ്കിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇവിടെ വന്ന് നിന്നിട്ട് എല്ലാരും ഓക്കെ ഇവിടെ ആക്റ്റീവ് അല്ല നിർത്തിക്കൂടെ എന്റെ മേന്നെ. ഉന്നായ്മ എല്ലൂടെ ഒരു ആവുണ്യായരെ, ഇവിടെ എല്ലാവർക്കും അസൂയ ഉള്ളത് പറയാലോ. സത്യം പറയാൻ ഞാനൊരു ഇമോഷണൽ സ്റ്റേറ്റിലൂടെ കടന്നു പോയതാണ്. ഓൾ ഇമോഷണൽ സ്റ്റേറ്റിലൂടെ കടന്നു പോയതല്ലാന്ന് ഇവിടെ കണ്ട എല്ലാവർക്കും അറിയാം. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം എന്തൊരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. മനുഷ്യൻ ഇത്രയും അസൂയ പാടില്ല. എന്നിട്ട് എല്ലാ കാര്യം വരെയൊക്കെ ഒന്നൊന്നിന്റെ തലയിലേക്ക് ഇട്ടെടുക്കാം. നാണം മാനം പറഞ്ഞ സാധനം അടുത്തു കൂടെ പോകാത്ത സാധനം. കഴിഞ്ഞ ഈ മയിലെണ്ണ വിൽക്കണ ലാട വൈദ്യന്മാര് റോട്ടി കിടന്ന് ചെലക്കണ പോലെ നീ എന്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കും. നാണം മാനം പറഞ്ഞ സാധനം അടുത്തു കൂടെ പോകാത്ത സാധനം. നിർത്തി അവമാനിക്കുവാണെന്നേ. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അപ്പൊ ശരി, ബാക്കി പിന്നെ പറയാം.